ചുമ്മാ ഇരുന്നപ്പോഴാണ് ഒരു എക്സിബിഷന് പോകാമെന്ന് വിചാരിച്ചത്. നോക്കിയപ്പോഴേ കൊല്ലത്ത് ആഗസ്റ്റ് മാസം 15-ാം തീയതി വരെയുള്ള ഒരു എക്സിബിഷൻ. ടിക്കറ്റ് നോക്കിയപ്പോൾ വെറും 100 രൂപ. പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ ഞാൻ വണ്ടിയിലൊക്കെ യാത്ര അടിച്ച് പെട്ടെന്ന് 3:30-4 മണി സമയത്ത് അവിടെ എത്തി. ടിക്കറ്റ് എടുക്കുകയാണ്. 100 രൂപ ടിക്കറ്റും എടുത്ത് തിരിച്ചങ്ങോട്ട് ടിക്കറ്റുമായിട്ട് ഞാനങ്ങോട്ട് പോവുകയാണ്. ടിക്കറ്റിന് 100 രൂപ, എല്ലാ കാര്യങ്ങളാണ് ചോദിച്ചത്. അത് കാണിച്ച് 100 രൂപ. അങ്ങനെ ടിക്കറ്റ് ഞാൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. കുറച്ച് പെറ്റിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 3Dയിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു കൂടാരമാണിത്. അതിൻ്റെ ഒരു ക്യൂ ആണെങ്കിൽ ഒരു 2-3 നില, നമ്മളെ ഉത്സവത്തിനകത്ത് 2-3 നിലയ്ക്കുള്ള ക്യൂ ഉണ്ട്. ഉത്സവത്തിന് അമ്പലത്തിൽ തൊഴുന്ന രീതിയിലുള്ള ക്യൂ ആണ്. 2-3 ക്യൂകളുണ്ട്. ഈ ക്യൂകൾ വാതിലുകൾ കയറി ലാസ്റ്റ് അതിൻ്റെ അകത്ത് ചെരുപ്പുകൾ ഇട്ടിട്ട് പറയുക സെക്യൂരിറ്റിയാണെങ്കിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അങ്ങനെ അതിൻ്റെ അകത്ത് കൂടാരത്തിലോട്ട് ബാക്ക് ടിക്കറ്റും കൊടുത്തിട്ട് കയറി ഒരു 3D എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫീലിംഗാണ് ഇതിൻ്റെ അകത്ത്. അത്യാവശ്യം അലാവുദ്ദീൻ ഫസ്റ്റ് കണ്ടിട്ട് അലാവുദ്ദീൻ ഓരോ സ്ഥലത്ത് പോകുന്നൊരു ഈ ഒരു സമയത്ത് അവിടെ ഭയങ്കര കൂക്കും വിളിയായിരുന്നു. കൂക്കും വിളിയാണെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം ഇങ്ങനെ ഓരോ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 3D ഇതായിട്ട് ഇടയ്ക്ക് വെച്ചൊരു കറങ്ങി പോകുന്നവരും കൊണ്ട് ആ ഒരു സമയത്ത് നമ്മളങ്ങനെ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് ഭയങ്കര 3D എഫക്റ്റായിട്ട് തോന്നിയില്ല എന്നെങ്കിലും 100 രൂപയ്ക്ക് ഒരു രീതിയിൽ കാണാൻ പറ്റിയൊരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നി. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെന്ന് കാണുക. ആഗസ്റ്റ് 15-ാം തീയതി വരെയുള്ള വെറും 100 രൂപ ടിക്കറ്റേ ഉള്ളൂ. ഓക്കെ. പിന്നെ അതായത് അലാവുദ്ദീൻ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ചൊരു സ്വർണ്ണ നാണയം അങ്ങനെ എന്തോ മേടിക്കും. പക്ഷെ ഞാൻ അത് കാണുമ്പോഴത്തേക്ക് എനിക്കൊരു ഗെയിം കളിക്കുന്നൊരു അനുഭൂതി. ഗെയിം സ്റ്റേജിൽ ഓരോ സ്ഥലത്തെത്തിയിട്ട് ഓരോ സ്വർണ്ണ നാണയങ്ങളോടും, അതായത് ഓരോ സ്റ്റേജിലെത്തുമ്പോൾ ഓരോ സ്വർണ്ണ നാണയം മേടിക്കുമല്ലോ. അപ്പോഴത്തേക്ക് ആ ഒരു ഫീൽ എനിക്ക് അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്കത് തോന്നി. അത് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ, എങ്കിലും എനിക്കതങ്ങനെ തോന്നിയിട്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ നമ്മളെപ്പോലെ തന്നെ ലോകത്തെല്ലാവരും അവിടെ നിന്ന് എല്ലാവരും ഫോണിൽ ഷൂട്ട് ചെയ്യൊക്കെ വരുന്ന പരിപാടി കാണാൻ ഒരു നല്ലൊരു രസമായിരുന്നു അത് കാണാൻ. അവിടെ നിന്ന് നിമിഷങ്ങൾ സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പൊരിക്കൽ ഇതേപോലെ ഒരു കൊല്ലത്തിൽ വേറൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മത്സ്യങ്ങളുടെ വേറെ രീതിയിലുള്ള വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വേറെ എക്സ്പീരിയൻസ് ഇതിൽ തന്നെ കണ്ടില്ലേ കുറേ സ്വർണ്ണ നാണയങ്ങൾ. അതാണ് പറഞ്ഞത്, എനിക്ക് ഗെയിം കളിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു അനുഭൂതി. അതായത് പുള്ളി ഓരോ സ്റ്റേജിലെത്തുമ്പോഴത്തേക്കും ഗെയിം കളിക്കുന്നൊരു അനുഭൂതി പോലെ എനിക്കത് തോന്നി. എന്തായാലും ഈ ഒരു സംഭവം കൊല്ലത്ത് എത്തിച്ചതിൽ, അതായത് അങ്ങനൊരു സംഭവം കൊണ്ടുവന്നു നമുക്കത് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതേപോലത്തെ പല പ്രോഗ്രാമുകളും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കാണാനൊക്കെ നല്ല രസമായിരിക്കും, കാണാൻ നല്ല കൗതുകമായിരിക്കും. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക, കാണിക്കുക. സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു രസം തന്നെയാണ്. ഞാൻ പിന്നെ ഒറ്റയ്ക്കാണ് വന്നത്. എനിക്കാരും കൂട്ടില്ലായിരുന്നു. വിളിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങി വന്നു. ഈ വീഡിയോ ചെയ്യുക എന്നത് സത്യം പറഞ്ഞൊരു വല്ലാത്തൊരു ഇതാണ്. കാരണം നമ്മളെന്ത് വീഡിയോ ചെയ്താലും കാണാൻ ആൾക്കാർ കുറവാണ്. അപ്പം അതുകൊണ്ട് ട്രാവൽ വ്ളോഗുകളൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനിക്കുകയാണ് ഗെയ്സ് എൻ്റെ ഒരു പാട്ട്. തിരിച്ചിറങ്ങി ആ ചെരുപ്പ് എടുത്തിട്ട് തപ്പി ബാക്കിയുള്ള ചെരുപ്പുകളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു 50 രൂപയ്ക്ക് 7 വട്ടം ചാൻസ്.